ഭോപ്പാലിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. മധ്യപ്രദേശിൽ നിന്ന് പിണറായി വിജയൻ കൊച്ചിയിലെത്തി. കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ? അരുൺ, മുഖ്യമന്ത്രി പിണറായി വിജയൻ 8:30-യോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ആദ്യ പൊതുപരിപാടി 10:30-യോടെയാണ്. 10:30-ക്ക് ഹൈക്കോടതി ഹാളിലാണ് ആദ്യത്തെ പരിപാടി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടേഴ്സിന്റെ മീറ്റിംഗ് ആണ്. അതുകൂടാതെ മറ്റ് 3 പരിപാടികളും മുഖ്യമന്ത്രിക്ക് ഇന്ന് എറണാകുളം ജില്ലയിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഭോപ്പാലിലുണ്ടായ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനം ഒട്ടുക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച പ്രതികരണം ആരാഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇവിടെ വെച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ തന്നെ ആദ്യത്തെ പൊതുപരിപാടി 10:30-ക്ക് നടക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പ്രതികരണം നമുക്ക് നേരിട്ട് അറിയാനാകും. എന്തായാലും CPIM വലിയ പ്രതിഷേധ പരിപാടികളാണ് സംസ്ഥാനം ഒട്ടുക്കും തീരുമാനിച്ചിരിക്കുന്നത്. പ്രാദേശിക തലം തൊട്ട് സംസ്ഥാന തലം വരെ വലിയ പ്രതിഷേധ പരിപാടികൾ തന്നെ CPIM തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിയോടെ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. അരുൺ. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന്. സഹകരണ മേഖലാ സംരക്ഷണ പ്രചാരണം ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയ്ക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സഹകരണ സംരക്ഷണ സമിതി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. MPമാരും MLAമാരും അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. കൊച്ചി മെട്രോ അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് യോഗം. മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നത് സംബന്ധിച്ചും ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തും. യോഗത്തിൽ മെട്രോ പദ്ധതി നടത്തിപ്പിൽ കുടുംബശ്രീയെ പങ്കാളിയാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കും. ടിക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻ, ക്യാന്റീൻ നടത്തിപ്പ് എന്നിവ കുടുംബശ്രീയെ ഏൽപ്പിക്കാനാണ് തീരുമാനം. മന്ത്രി KT ജലീൽ, E ശ്രീധരൻ, KMRL, DMRC ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. GST യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. സേവന നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ യോഗത്തിൽ ശ്രമമുണ്ടാകും. 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണം എന്ന് കേരളം ആവശ്യപ്പെടുന്നു. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. 2 വർഷം മുൻപ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ കുത്തക ലേല ക്രമക്കേടുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും ദേവസ്വം ബോർഡ് അധികൃതർ അട്ടിമറിച്ചു. 2012-ൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ അടക്കമുള്ളവർക്കെതിരായ അന്വേഷണ റിപ്പോർട്ടാണ് അട്ടിമറിച്ചത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. 2012-ൽ മണ്ഡല മകരവിളക്കുത്സവകാലത്ത് നടന്ന കുത്തക ലേലവുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി നടന്നുവെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും ചൂണ്ടിക്കാണിച്ച റിട്ടയർഡ് സെഷൻസ് ജഡ്ജി പ്രേമചന്ദ്രൻ സമർപ്പിച്ച റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ് അധികൃതരും മുൻ UDF സർക്കാരും മുക്കിയത്. സുമംഗലി കല്യാണ മണ്ഡപത്തിൽ 2012-ൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുത്തക ലേലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,84,57,413 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2011-ൽ 24 ഇനങ്ങളുടെ കുത്തകലേലത്തിൽ 9,79,15,785 രൂപ ബോർഡിന് ലഭിച്ചുവെങ്കിൽ 2012 ആയപ്പോൾ കരാർ തുക 5,94,58,372 രൂപയായി കുറഞ്ഞുവെന്നും ജുഡീഷ്യൽ അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് 3.5 കോടിയിലേറെ രൂപയുടെ അഴിമതിക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്ന് കാണിച്ച് ശുപാർശ ചെയ്ത റിപ്പോർട്ടിൽ പക്ഷേ നടപടി മാത്രമുണ്ടായില്ല. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനായ ജയകുമാറിനെതിരെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ നിരവധി അഴിമതി ആരോപണം ഉയർന്നിരുന്നെങ്കിലും മന്ത്രി സഹോദരൻ എന്ന പരിഗണനയിൽ ഒന്നും അന്വേഷിക്കാൻ UDF സർക്കാർ തയ്യാറായുമില്ല. അതിനിടെ ദേവസ്വം സെക്രട്ടറിക്കെതിരെ വിജിലൻസിന്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ട് 4 മാസം കഴിഞ്ഞിട്ടും സമർപ്പിക്കാത്തത് പിന്നിലും കോൺഗ്രസ് നേതൃത്വമാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് മുൻ SP ഗോപാലകൃഷ്ണപിള്ളയാണ് ജയകുമാറിനെതിരായ അഴിമതി ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത്. ഇതിലാണ് ത്വരിതാന്വേഷണം നടക്കുന്നതും. മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട ശബരിമലയിലേക്ക് പാത്രങ്ങൾ വാങ്ങിയ സംഭവത്തിൽ നിലവിലെ ദേവസ്വം സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാനുള്ള റിപ്പോർട്ടും ബോർഡ് ഉന്നതർ ചേർന്ന് പൂഴ്ത്തിവെച്ചു. വിജേഷ് നടുവിൽ, സന്നിധാനം. അഭ്രപാളിയിൽ ആസ്വാദക മനം നിറച്ച് അനന്തപുരി. ഇനി വിശ്വസൗന്ദര്യത്തിന്റെ ദൃശ്യചാരുതയിലേക്ക്.
21ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് 3ാം ദിനത്തിൽ ആകെ 63 ചിത്രങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. മത്സര വിഭാഗത്തിൽ വിധു വിൻസെന്റിന്റെ മലയാള ചിത്രം മാൻഹോൾ ഇന്ന് പ്രദർശിപ്പിക്കും. ആദ്യമായാണ് ഒരു സ്ത്രീ സംവിധായകയുടെ മലയാള ചിത്രം മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. മേളയിലെ താരമായ കിം കി ടുക്കിന്റെ ചിത്രം ദി നൈറ്റും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഇന്നത്തെ സിനിമകൾ ഒപ്പം പൊതുവിലുള്ള വിലയിരുത്തൽ. അരുൺ, മേളയുടെ 3ാം ദിനത്തിൽ 13 തിയേറ്ററുകളും ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തിയേറ്ററുകളിലും ആദ്യ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സവിശേഷതകൾ എന്ന് പറയുന്നത്, സിനിമയുടെ കാര്യമെടുക്കുമ്പോൾ മത്സര വിഭാഗത്തിൽ മലയാളത്തിന്റെ വിധു വിൻസെന്റിന്റെ മാൻഹോൾ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മത്സര വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാനുള്ളത്, പ്രത്യേകിച്ചും ഒരു സ്ത്രീ സംവിധായികയുടെ ചിത്രം മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മാൻഹോൾ വലിയ പ്രതീക്ഷയാണ് മലയാളികൾക്കും നൽകുന്നത്. ഏതായാലും മത്സര വിഭാഗത്തിലെ എല്ലാ ചിത്രങ്ങളും മികവുറ്റ നിലവാരം പുലർത്തുന്നു എന്ന് തന്നെയാണ് ആദ്യ 3 ദിവസങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് മാൻഹോൾ, അത് പ്രത്യേകിച്ചും മാൻഹോൾ വൃത്തിയാക്കുന്നവരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെയാണ് ചിത്രം പറയുന്നത്. ഇത് തന്നെയാണ് അതുകൊണ്ട് മത്സര വിഭാഗത്തിലെ പ്രധാന ആകർഷണം എന്ന്. മറ്റൊന്ന്, പാബ്ലോ നെരൂദയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന നെരൂദ എന്ന സിനിമയും ഇന്ന് ഏറെ ചർച്ചയാകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പ്രധാന വേദിയിലെ ആദ്യ പ്രദർശനം. നെരൂദ എന്ന സിനിമ തന്നെയാണ്. ഇതിനും വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ തിയേറ്ററിൽ അനുഭവപ്പെടുന്നത്. നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രദർശനവും ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, എല്ലാ മേളയിലും വലിയ ജനപ്രീതി തന്നെയാണ് കിം കി ടുക്കിന്റെ ചിത്രങ്ങൾക്ക് ലഭിക്കാറുള്ളത്. ഇത്തവണയും കിം കി ടുക്കിന്റെ ചിത്രം മേളയിലുണ്ട്. ദി നെറ്റ് എന്ന ചിത്രം വൈകുന്നേരമാണ് അതിന്റെ പ്രദർശനം. വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി തിയേറ്ററിലാണ് അതിന്റെ പ്രദർശനം. ഏതായാലും മേളയിൽ 3ാം ദിവസം മേള രാവിലെ തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. 13 തിയേറ്ററുകളിലുമായി നിറഞ്ഞ സദസ്സുകളിൽ ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. ഷീജ വിവരങ്ങൾ നൽകിയത്. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഹരം പകർന്ന് നാടൻ കലാമേള. രശ്മി സതീഷിന്റെ രസ ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടുകളോടെയാണ് നാടൻ കലാമേളയ്ക്ക് അരങ്ങ് ഉണർന്നത്. കേരളത്തിന്റെ പരിവർത്തനങ്ങളെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചാണ് രശ്മി സതീഷിന്റെ രസ ബാൻഡ് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഹരം പകർന്നത്. ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം തുടങ്ങി കേരളത്തിന്റെ കാലഗതിയെ സ്വാധീനിച്ച മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു പാട്ടുകൾ. തനത് സംഗീതോപകരണങ്ങൾ നാടൻ പാട്ടുകൾക്ക് ചടുല താളം പകർന്നപ്പോൾ കാണികൾ ആവേശത്തിലായി. വജ്രകേരളം ആഘോഷങ്ങളുടെ ഭാഗമായാണ് IFFKയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ നാടൻ കലാമേള അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മേളയിലെ മത്സര വിഭാഗത്തിൽ ശക്തമായ പോരാട്ടവുമായി മലയാളി സംവിധായിക വിധു വിൻസെന്റും. ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മലയാളി സ്ത്രീ സംവിധായികയുടെ ചിത്രം മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. മാൻഹോൾ വൃത്തിയാക്കുന്നവരുടെ ജീവിതം പറയുന്ന ചിത്രം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. സമൂഹത്തിൽ ആരും കാണാതെ പോകുന്ന ഒരു കൂട്ടം ജീവിതങ്ങൾ, അവരിലേക്കാണ് മാൻഹോൾ എന്ന മലയാള ചിത്രം മിഴിതുറക്കുന്നത്. മലയാളി സംവിധായിക വിധു വിൻസെന്റിന്റെ മാൻഹോൾ എന്ന ചിത്രം ചരിത്രമെഴുതിയാണ് 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. നേരിട്ടുള്ള ജീവിതാനുഭവമാണ് സിനിമയ്ക്ക് ആധാരമെന്ന് സംവിധായിക വിധു വിൻസെന്റ് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും IFFKയുടെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഇങ്ങനെ കഴിഞ്ഞതിൽ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും അവിടെ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഒരു പ്രത്യേക തരം ജോലി ചെയ്യുന്ന മനുഷ്യർ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നുണ്ട്, ഒരു പ്രത്യേക ജാതിയിൽപ്പെടുന്ന മനുഷ്യരാണ്. ഇവർ അനുഭവിക്കുന്ന ഒരു സോഷ്യൽ ട്രോമ എന്താണ്, സോഷ്യൽ ഏലിനേഷൻ എങ്ങനെയാണ്. മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അന്ന് പറയാൻ ശ്രമിച്ചത്. മാൻഹോൾ വൃത്തിയാക്കുന്ന അയ്യപ്പസ്വാമി, വീട്ടുജോലിക്കാരിയായ പാപ്പാത്തി, മകൾ ശാലിനി എന്നിവരിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. അവരുടെ
അവരുടെ ജാതിയും പശ്ചാത്തലവും അറിയുന്നവർ സമൂഹത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തുന്നു. 21ാം നൂറ്റാണ്ടിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയെയാണ് ചിത്രം വരച്ചുകാട്ടുന്നത്. അതിന് നമുക്കാരാടി വേറെ പണി തരാം. ഇത് സർക്കാർ ജോലിയല്ലേ? നിങ്ങൾ ഈ ജോലിയൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കാർ രേഖകൾ പ്രകാരം കേരളത്തിൽ മാനുവൽ സ്കാവഞ്ചേഴ്സ് ഇല്ല. റെയിൽവേ സ്റ്റേഷനുകളിലും കംഫർട്ട് സ്റ്റേഷനുകളിലും നഗരങ്ങളിലെ കക്കൂസുകൾ നിറയുമ്പോഴും ആരാണ് സർ വൃത്തിയാക്കുന്നത്? മാധ്യമപ്രവർത്തക കൂടിയായിരുന്ന സംവിധായിക വിധു വിൻസെന്റിന്റെ ആദ്യ സിനിമാ സംരംഭം കൂടിയാണ് മാൻഹോൾ. ചിത്രം മേളയിൽ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. എസ് ഷീജ, തിരുവനന്തപുരം. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് എന്നും അകറ്റി നിർത്തപ്പെടുന്നവരാണ് ഭിന്നലിംഗക്കാർ. എന്നാൽ 21ാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച പരിഗണന കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഇവർക്കായി ജെൻസർ ബെൻസർ എന്ന പ്രത്യേക പാക്കേജ് ഉണ്ട് മേളയിൽ. ഭിന്നലിംഗക്കാരെ സമൂഹം അകറ്റി നിർത്തുമ്പോഴാണ് 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേള അവരെ ഒപ്പം ചേർത്തു നിർത്തുന്നത്. ചലച്ചിത്രമേളയുടെ കഴിഞ്ഞ 20 വർഷങ്ങളിലും ഇവർ മേളയ്ക്കെത്തിയിരുന്നു. എന്നാൽ അത് അവരുടെ സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ചായിരുന്നു. പക്ഷേ ഇത്തവണ അവർ തീർത്തും സന്തോഷത്തിലാണ്. സമൂഹത്തിൽ തഴയപ്പെട്ടതിന്റെ വേദനയിൽ നിന്നും കരകയറിയതിന്റെ ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷത്തെക്കാൾ ഉപരി ഒരു ട്രാൻസ്ജെൻഡർ ആയതിൽ IFFKന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഐ എം വെരി പ്രൗഡ്. ഇപ്പം നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അതാണ് ഫീല്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് IFFK വരുന്നത്. എൻ്റെ ഈ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. വളരെയധികം ഹാപ്പിയാണ്. 21ാമത് ചലച്ചിത്രമേളയുടെ പ്രമേയങ്ങളിൽ ഒന്നാണ് ലിംഗസമത്വം. അത് ഇതിനോടകം തന്നെ മേളയ്ക്ക് രാജ്യാന്തര പ്രശംസയും നേടിക്കൊടുത്തു. ഭിന്നലിംഗക്കാരെ കേന്ദ്രീകരിച്ച് ജെൻഡർ ബെൻഡർ എന്ന വിഭാഗവും മേളയുടെ അംഗീകാരം ഇരട്ടിയാക്കി. ആക്ടിവിസ്റ്റ് കൂടിയായ ശീതൽ ശ്യാം, ഈ ഒരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം കഴിഞ്ഞ 20 വർഷം വരെ സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടിരുന്ന ചലച്ചിത്രാസ്വാദകർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെയും കാണുക, മറ്റു വൈവിധ്യങ്ങളെയൊക്കെ കാണുക എന്ന് പറയുന്നത് 21ാമത് മേളയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ജെൻഡർ ബെൻഡർ വിഭാഗത്തിൽ 6 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശനത്തിലുള്ളത്. അങ്ങനെ എന്നും സമൂഹത്തിന്റെ പരിഹാസ്യത്തിന് പാത്രമായവർ ലോകക്കാഴ്ചകൾ ഒഴുകിയെത്തിയിടത്ത് അംഗീകരിക്കപ്പെടുന്നു. രാജ്യത്തെ ഏതൊരു പൗരനെയും പോലെ. ക്യാമറ പേഴ്സൺ ഷാജിലയ്ക്കൊപ്പം എസ് ഷീജ. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF റിബൽ സ്ഥാനാർത്ഥി മത്സര രംഗത്ത്. RSP സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. തേവള്ളിയിലെ കൗൺസിലർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന് വേണ്ടി RSP സ്ഥാനാർത്ഥി S ലക്ഷ്മിയാണ് മത്സരിക്കുന്നത്. കൊല്ലം DCCയിൽ വെച്ച് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒപ്പം പ്രചരണവും തുടങ്ങി. ലക്ഷ്മി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. എന്നാൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തേവള്ളിയിലെ മുൻ കൗൺസിലറിന്റെ ഭാര്യ ഗീതാ ദേവകുമാർ UDF സ്ഥാനാർത്ഥിയേക്കാൾ പ്രചരണത്തിൽ ഒരുപടി മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കൊല്ലം DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം ഇങ്ങനെ: UDFന്റെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകത്തില്ല. UDFന്റെ ആരെങ്കിലും റിബലായിട്ട് വന്നാൽ അവരെ നടപടിയെടുത്ത് പുറത്താക്കും. അവർ ഒരിക്കലും UDF ആണെന്ന് പറയാൻ പറ്റത്തില്ല. നോമിനേഷൻ കൊടുക്കുന്നവരെ ആർക്കും സ്ഥാനാർത്ഥി ആകാൻ താല്പര്യം പ്രകടിപ്പിക്കാം. പക്ഷെ ഒരു തീരുമാനമെടുത്ത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായി മത്സരിക്കാൻ വന്നാൽ അവരുടെ പേരിൽ നടപടിയെടുക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളതാണ്. എന്നാൽ താൻ റിബൽ സ്ഥാനാർത്ഥി അല്ലെന്നും തേവള്ളിയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് കുടുംബമാണ് തന്റേതെന്നും UDF റിബൽ ഗീതാ ദേവകുമാർ വ്യക്തമാക്കി. റിബൽ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണിത്. ഇവിടെ കഴിഞ്ഞ തവണ സന്ദർഭവശാൽ RSPക്ക് സീറ്റ് കൈവശം പോവുകയായിരുന്നു. പക്ഷേ അവർക്കത് നന്നായി പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഈ വർഷവും അതിന് തന്നെയാണ് സാഹചര്യം ഒരുങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും എന്നോട് നിൽക്കാനായി ആവശ്യപ്പെടുകയും ഞാനത് അംഗീകരിക്കുകയുമായിരുന്നു. അതേസമയം ഇടതു സ്ഥാനാർത്ഥിയും അധ്യാപികയുമായ NS ബിന്ദു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി UDFനും BJPക്കും വെല്ലുവിളി ഉയർത്തി. ഡിവിഷൻ പിടിച്ചെടുക്കാൻ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണവും അവർ ആരംഭിച്ചു. BJP സ്ഥാനാർത്ഥി ശൈലജയും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ രംഗത്തുണ്ട്. മരണപ്പെട്ട കൗൺസിലർ കോഹ്ലിയുടെ അമ്മയാണ് ശൈലജ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൃശൂർ ചെറുവത്തേരിയിലെ ആസിഡ് മാലിന്യ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. കിണറുകളിൽ അമ്ല സാന്നിധ്യം ഭീതിജനകമാണെന്നും സ്വർണ്ണാഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം ചട്ടങ്ങൾ മറികടന്നാണെന്നും VS. 600ഓളം കിണറുകളിൽ വിഷമയം നിറയ്ക്കുന്ന കമ്പനിക്കെതിരെ നാട്ടുകാർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ VS എത്തിയത് സമരക്കാർക്ക് ആവേശമായി.
ആസിഡ് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ചെറുവത്തേരിയിലെ സ്വകാര്യ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്കെതിരെ പ്രദേശവാസികൾ വർഷങ്ങളായി സമരത്തിലാണ്. നാട്ടുകാരും മനുഷ്യാവകാശ പ്രവർത്തകരും നടത്തിവന്ന പ്രതിഷേധത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ എത്തിയത്. വീടുകളിലെ കിണർവെള്ളം പരിശോധിച്ച് പരാതിയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തിയ VS മലിനീകരണം ഭീതിജനകമെന്ന് സാക്ഷ്യപ്പെടുത്തി. കിണറുകളിലെ വെള്ളം ആസിഡായി മാറുന്ന അത്രയും ഗുരുതരമായ ജലമലിനീകരണത്തിന്റെ തോത് കുടിവെള്ളം വില കൊടുത്തു വാങ്ങാൻ പ്രദേശവാസികളെ നിർബന്ധിതരാക്കുന്നു. 10 സർക്കാർ ഏജൻസികൾ പ്രദേശത്തെ അമ്ലസാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്നും VS പറഞ്ഞു. തലസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയാണ് VS മടങ്ങിയത്. ഈ പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയും പരിഹാരത്തിനായി യത്നിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മതങ്ങൾക്കും മേലെയാണ് മനുഷ്യസ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ് സന്നിധാനത്തെ വാവരുനട ഏവർക്കും നൽകുന്നത്. 18ാം പടിക്ക് സമീപത്തെ വാവരുനടയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യം നൽകിയാണ് അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നത്. മനുഷ്യരെല്ലാം ഒന്നാണെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ യാതൊരു വേർതിരിവും പാടില്ലെന്ന സന്ദേശവുമാണ് സന്നിധാനത്തെ വാവരുനട നൽകുന്നത്. സന്നിധാനത്ത് 18ാം പടിക്ക് സമീപമാണ് വാവരുനടയുടെ സ്ഥാനം. ഒരു വേള ശത്രുവായിരുന്ന വാവരെ അയ്യപ്പൻ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചെന്നും നല്ല പോരാളിയായിരുന്ന വാവരെ അയ്യപ്പൻ സുഹൃത്താക്കിയെന്നുമാണ് ഐതിഹ്യം. ശബരിമലയിൽ തന്റെ സമീപത്ത് ഇരിപ്പിടവും നൽകിയാണ് അയ്യപ്പൻ വാവരെ ആദരിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദോഷവശങ്ങൾക്കും വേണ്ട ഒരു പരിഹാരമാർഗമായിട്ടുള്ള ജാതിയോ മതമോ ഭേദമില്ലാത്ത രീതിയിൽ മനുഷ്യ സമൂഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള ചിന്താഗതികളോ തീവ്രമായിട്ടുള്ള മാറ്റുള്ള ഭാഗങ്ങളോ നാം ചിന്തിക്കാതെ നാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. അയ്യപ്പ ദർശനത്തിനെത്തുന്നവർ വാവരുസ്വാമിയെയും വണങ്ങിയാണ് സാധാരണ മലയിറങ്ങാറുള്ളൂ. പൂജിച്ച അരിയും കുരുമുളകും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. അയ്യപ്പനും വാവരും വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ സന്ദേശമാണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദം വളരണം എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ചയാവേണ്ടതും അതുതന്നെയാണ്. സന്നിധാനത്തെ വാവരുനടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.